ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ വാലറ്റ് കാർഡിൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് ഖത്തറിലേക്ക് അയച്ചു കൊടുത്ത ഒരു ഗിഫ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്കിതിന് എങ്ങനെയാണ് ഇതിൽ വീഡിയോ പ്ലേ ആവണമെന്ന് നോക്കാം. നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിൽ സ്കാനർ ഓപ്പൺ ചെയ്ത ശേഷം ഇതിൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ലിങ്ക് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ വീഡിയോയിലോട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഞാനിവിടെ അതിൻ്റെ സോങ് ഒന്നും വെക്കുന്നില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ്. ഈ ഷോർട്സ് ഏതാണെന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് രണ്ട് പേർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ആ വീഡിയോ അവിടെ ഓപ്പൺ ആയി കിട്ടും. ഇനി ഇതിൻ്റെ എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടി ഗാലറി ഓപ്പൺ ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ വീഡിയോ സെലക്ട് ചെയ്ത് ഷെയർ എന്ന ഓപ്ഷൻ കൊടുത്ത് സേവ് ടു ഡ്രൈവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമുക്ക് ആ വീഡിയോക്ക് എന്ത് ക്യാപ്ഷനാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഹാർട്ടാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അത് സേവ് എന്ന ക്ലിക്ക് ചെയ്താൽ അത് ഡ്രൈവിലോട്ട് അപ്ലോഡ് ആവും. അങ്ങനെ ഫൈനലി അത് അപ്ലോഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നേരെ ഡ്രൈവിലേക്ക് പോവുക. അതിൽ നമ്മൾ അപ്ലോഡാക്കിയ വീഡിയോ കാണാൻ പറ്റും. അതിൻ്റെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഷെയർ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അടിയിൽ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ലിങ്ക് ഷെയറിംഗ് ഓൺ കാണാൻ പറ്റും. അതിൽ ക്യാൻ വ്യൂ എന്നല്ലേ എന്ന് നോക്കിയിട്ട് ഓക്കെ അടിക്കുക. അതിനുശേഷം 3 ഡോട്ടിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം മീ QR കോഡ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ മീ QR എന്നൊരു ലിങ്ക് ഓപ്പൺ ആയി വരും. അത് ക്ലിക്ക് ചെയ്ത ശേഷം URL ലിങ്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ കാണാം പുട്ട് യുവർ ലിങ്ക് ഹിയർ എന്ന്. അതിൽ നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ലിങ്ക് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഡൗൺലോഡ് QR എന്ന് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ QR കോഡിൻ്റെ ഒരുപാട് പിക്ചർ കാണും. അതിൽ ഒരു QR കോഡ് സെലക്ട് ചെയ്ത ശേഷം PNG JPG ആക്കി കൊടുത്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ QR കോഡ് നമ്മുടെ ഗാലറിയിൽ സേവ് ആയി കിട്ടും. അങ്ങനെ നമ്മുടെ QR കോഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാൻവ ആപ്പാണ്. ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കിയ ശേഷം ബിസിനസ് കാർഡ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് അതിൽ കാണാൻ പറ്റും. അതിലൊരു വൈറ്റ് ടെംപ്ലേറ്റ്സ് നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ അതെടുത്ത ശേഷം അതിൽ 2 ഫ്രെയിമാണ് നമുക്ക് കിട്ടുക. 2 ഭാഗത്തും നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഭാഗത്തേക്ക് വേണ്ട ഫോട്ടോസ് എല്ലാം അപ്ലോഡ്സിൽ പോയിട്ട് അപ്ലോഡ്സ് ഫയൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ലെഫ്റ്റ് സൈഡിൽ 3 ബാർ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറി ഓപ്പൺ ആയി കിട്ടും. ഗാലറി ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വേണ്ട ഫോട്ടോസ് ഇതിലേക്കൊന്ന് അപ്ലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ QR കോഡും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ്സിലേക്ക് ഫോട്ടോസൊക്കെ കയറ്റിയിട്ടാൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നമുക്കത് കിട്ടുക. അങ്ങനെ QR കോഡും നമ്മുടെ ഫ്രണ്ട് പോർഷൻസിനുള്ള ഒരു പിക്ചറും അപ്ലോഡ്സിലേക്ക് കയറ്റിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം അത് റൊട്ടേറ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അതൊന്ന് അതിലേക്ക് സെറ്റാക്കി കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ഭാഗം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗം സെലക്ട് ചെയ്ത് അപ്ലോഡ്സിൽ പോയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പോണത്. പിൻട്രസ്റ്റിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. ഞാൻ അതിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് അപ്ലോഡ്സിലേക്ക് കയറ്റിയിട്ട് കൊടുത്തു. എന്നിട്ട് അത് സെലക്ട് ചെയ്ത് അതിൻ്റെ ബാക്ക് വശത്ത് ഡ്രാഗ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അത് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി അപ്ലോഡ്സിൽ പോയിട്ട് നമ്മുടെ QR കോഡ് സെലക്ട് ചെയ്യുക. അത് ഇതിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സൈസിനനുസരിച്ച് അത് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കോഡ്സ് എഴുതണമെന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം. ഞാനിവിടെ ഒരു കോഡ്സ് എഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫോണ്ട് സ്റ്റൈലും അതുപോലെ തന്നെ ഫോണ്ട് സൈസും എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ കോഡ്സ് എഴുതിയതിന് ശേഷം അതിൻ്റെ ഫോണ്ട് സ്റ്റൈലും സൈസൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡ് കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡിൽ
PNGയിൽ PDF പ്രിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഗാലറിയിൽ സേവ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഓപ്ഷൻസ് വരും. ഒന്നില്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് വഴി നമ്മളേതായ അക്കൗണ്ടിലേക്കോ സ്റ്റുഡിയോയിലേക്കോ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ ഇമെയിൽ വഴി സ്റ്റുഡിയോയിലേക്ക് വിട്ടുകൊടുക്കാം. ഞാനിവിടെ എൻ്റെ അക്കൗണ്ടിൽ തന്നെയൊക്കെയാണ് ഇത് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വാലറ്റ് കാർഡിൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.